അമേരിക്കയും ഇറാനും തമ്മിൽ ഡിജിറ്റൽ സൈൻ ചെയ്തു എന്ന വാർത്ത വന്നത് മുതൽ ഹോർമൂസ് കടലിടുക്കിനെ ചുറ്റിപ്പറ്റിയുള്ള സ്ഥലങ്ങളിൽ നിലയുറപ്പിച്ചിരുന്ന അമേരിക്കയുടെ സെൻട്രൽ കമാൻഡിൻ്റെ ആ ഒരു ബ്ലോക്കേഡ് ഉപരോധം മാറാൻ തുടങ്ങുകയും അയവ് വരാൻ തുടങ്ങുകയും അതിലൂടെ ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്ന പ്രതീതി ഉണ്ടാവുകയും കപ്പലുകൾ ഇന്ന് ഉച്ചയോടുകൂടി പോകാൻ തുടങ്ങുകയും ചെയ്തു എന്ന വാർത്തയാണ് വൈകുന്നേരം നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. ഇറാൻ്റെ 3 കപ്പൽ തന്നെ നോർത്തേൺ ഭാഗത്തേക്കുള്ള ഇന്ത്യൻ ഓഷൻ ലക്ഷ്യമാക്കി നീങ്ങിത്തുടങ്ങിയെന്ന് ഒരു റിപ്പോർട്ട് പറയുന്നു. 2 ലൈഫ് സ്റ്റോക്ക് ഫീഡുമായിട്ടുള്ള കപ്പലുകൾ ദക്ഷിണ ഭാഗത്തേക്ക് നീങ്ങിത്തുടങ്ങി എന്ന് മറ്റൊരു റിപ്പോർട്ടും പറയുന്നു. യഥാർത്ഥത്തിൽ ജൂൺ 19 വെള്ളിയാഴ്ചയാണ് ഔപചാരികമായി കരാറിൽ ഒപ്പിടുന്ന ചടങ്ങ് നടക്കുന്നതെങ്കിലും ഡിജിറ്റൽ സിഗ്നേച്ചർ കഴിഞ്ഞ ദിവസം ചെയ്തു എന്നുള്ള വാർത്ത വന്നപ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ഒരു യുദ്ധം അവസാനിച്ച പ്രതീതിയിലേക്ക് ഇപ്പോൾ ലോകം എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിവേഗം. ഇതിനിടയിൽ ഖത്തർ പറഞ്ഞിട്ടുണ്ട് തങ്ങളുടെ LNG പ്രൊഡക്ഷൻ വരുന്ന 1 മാസം കൊണ്ട് പഴയതുപോലെയായി മാറും എന്ന് വെച്ചാൽ അതൊരു വലിയ സൂചകമാണ് ലോകത്തിന് നൽകുന്നത്. ഒരു യുദ്ധത്തിൻ്റെ ഇത്രയും ദിവസങ്ങളായി 100-110 ദിവസമായി നിൽക്കുന്ന യുദ്ധം അത് അവസാനിക്കുമ്പോൾ 1 മാസമാണ് വേണ്ടിവരിക ലോകം ഇന്ധനത്തിൻ്റെ കാര്യത്തിൽ പഴയതുപോലെയാകാൻ. അങ്ങനെയാണെങ്കിൽ നമ്മളും ഇതൊരു കണക്കുകൂട്ടലാക്കി വെച്ചോളൂ. ഖത്തർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഫുൾ കപ്പാസിറ്റിയിൽ 1 മാസം കൊണ്ടെത്തും, പഴയതുപോലെയാകും എന്ന് പറയുമ്പോൾ ലോകം പഴയതുപോലെയാകാൻ കുറഞ്ഞത് 1 മാസം എടുക്കും എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൻ്റെ ഷെഡ്യൂൾ ചിട്ടപ്പെടുത്തും. ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ സുപ്രധാനമായ 2 കാര്യങ്ങൾ. വെള്ളിയാഴ്ച കഴിഞ്ഞ് ഈ ഒരു ചടങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം അമേരിക്കയുമായി വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഇസ്രായേൽ സേന ലെബനോനിൽ നിന്ന് പിൻവലിയുന്നതടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടായാൽ മാത്രമേ കരാറിന് സാങ്കത്യമുള്ളൂ, ഒരു ഉറപ്പുള്ളൂ. മാത്രമല്ല ഈ ഇറാൻ നോക്കിക്കൊണ്ടിരിക്കും എന്താണ് അധിനിവേശത്തിൻ്റെ കാര്യത്തിൽ തുടരുന്നത് ഇസ്രായേൽ എന്നതിനെക്കുറിച്ചുള്ള നിരീക്ഷണം ശക്തമാക്കും. പല ഭാഗങ്ങളിൽ നിന്നും ഇസ്രായേൽ സേന ഇറങ്ങിപ്പോയില്ലെങ്കിൽ ഞങ്ങൾ നിലപാടുകളെടുക്കും എന്ന കാര്യം അബ്ബാസ് അറക്ചി ഇറാനു വേണ്ടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ പല കാര്യങ്ങളും വെള്ളിയാഴ്ച കഴിഞ്ഞ് 60 ദിവസത്തിനുള്ളിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കാമെന്നാണല്ലോ എഴുതി വച്ചിരിക്കുന്നതെന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ. ഇപ്പോഴും അറിയില്ല ഈ സൈൻ ചെയ്ത കോൺട്രാക്റ്റിൽ എന്തൊക്കെയാണ് കൃത്യമായ വിവരങ്ങളെന്ന്. 2 കൂട്ടരും 2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വെള്ളിയാഴ്ചയ്ക്ക് മുമ്പ് ഇത്തരം കാര്യങ്ങളിൽ പുറത്തുവിടുന്നൊരു സമീപനം ഉണ്ടാകുമോ? അമേരിക്ക ഒരു സൂചന കൊടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ ഈ വെള്ളിയാഴ്ചക്കിടയിൽ തന്നെ ഞങ്ങൾ ആ കരാറിൻ്റെ പൂർണ്ണരൂപം പുറത്തുവിടാം എന്ന് ചില മാധ്യമങ്ങൾ പറയുന്നു, അങ്ങനെ സൂചിപ്പിച്ചതായിട്ട്. ഏതായാലും അത് നേരത്തെ കിട്ടിയിട്ട് ഇനി അതിനെ ചുറ്റിപ്പറ്റിയുള്ള വിഷയങ്ങൾ ഉണ്ടാകുമോ എന്ന് ചില മാധ്യമങ്ങൾ സംശയിക്കുകയും ചെയ്യുന്നു. എന്താണെങ്കിലും വെള്ളിയാഴ്ച കഴിഞ്ഞ് 2 മാസത്തിനുള്ളിൽ ഇതിൻ്റെ കാര്യങ്ങളിലൊക്കെ ഒരു ചർച്ചയുണ്ടാകും, തീരുമാനമുണ്ടാകുമെന്ന് പറയുകയാണ്. അപ്പോൾ വിവാദമായി കിടക്കുന്ന പല കാര്യങ്ങളുണ്ടാകാം, പക്ഷേ ശരിയായിട്ട് ഒത്തീർപ്പിലെത്തിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് 2 കൂട്ടരും പറയുന്നതെന്നാണ്. 1, ഉപരോധം പിൻവലിക്കപ്പെടും. 2, ഹോർമൂസ് കടലിടുക്ക് ഗതാഗതത്തിന് വേണ്ടി പഴയതുപോലെ തുറന്നു കൊടുക്കപ്പെടും. ഈ 2 കാര്യങ്ങളുമുണ്ട്. അപ്പോൾ പിന്നെ ഏറ്റവും പ്രധാനമായി നിൽക്കുന്ന ഈ ന്യൂക്ലിയർ ആയുധങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമോ അക്കാര്യത്തിൽ തീരുമാനമൊന്നും എടുത്തിട്ടില്ല എന്ന് ചിലർ പറയുന്നുണ്ട്. എന്നാൽ ഈ എൻറിച്ച്ഡ് യുറേനിയം ഇറാൻ സമ്പുഷ്ടീകരിച്ച് വച്ചിരിക്കുന്നു എന്ന് പറയപ്പെടുന്ന യുറേനിയം അത് നശിപ്പിക്കാൻ വേണ്ടി IAEA എന്ന് പറയുന്ന അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ സഹായം തേടുമെന്ന് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇന്നിപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിൽ കരാറിൽ ഒപ്പിടുന്ന സാഹചര്യത്തിൽ എത്തിയതിനെ പ്രകീർത്തിച്ചുകൊണ്ട് ഏതാണ്ട് 80-ലധികം രാജ്യങ്ങൾ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് അതിനെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങളും പ്രസ്താവനകളുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഭരണാധികാരികൾ അതേക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ലോകം ഒരു പുതിയ സമയക്രമത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളിലേക്ക് വീണ്ടും വരികയാണ്. ഇവിടെ ഗൾഫിൽ കഴിയുന്നവർക്കാണെങ്കിൽ ഈ യാത്രാ ചെലവ് ഇപ്പോൾ വളരെ രൂക്ഷമായി തുടരുകയാണ്. ഈ വേനൽക്കാലത്ത് നാട്ടിൽ പോകാൻ ആഗ്രഹിച്ചിട്ട് ടിക്കറ്റ് നിരക്ക് കൂടിയതുകൊണ്ട് മാത്രം പോകാൻ പറ്റാത്ത എത്രയോ കുടുംബങ്ങൾ, എത്രയോ സാധാരണക്കാർ ഇവിടെ ബുദ്ധിമുട്ടി കഴിയുന്നുണ്ട്. അതിനൊക്കെ പരിഹാരമുണ്ടാകാൻ ഈ 19-ാം തീയതി കഴിഞ്ഞാൽ ഒരാഴ്ചക്കിടയിലെങ്കിലും ഈ സർചാർജൊക്കെ കുറഞ്ഞ് എല്ലാ വിമാനങ്ങളും പഴയതുപോലെയായി വരുന്നൊരു കാലം എത്തിച്ചേരുമോ എന്ന് നമ്മളെല്ലാവരും നോക്കിയിരിക്കുകയാണ്. യുദ്ധം കഴിഞ്ഞാൽ വയലാർ രാമവർമ്മ പണ്ട് എഴുതിയതുപോലെ ഈ യുദ്ധം കഴിഞ്ഞിട്ട് കബന്ധങ്ങളുണ്ട്, തലയേറ്റുപോയ ശരീരങ്ങൾ. അവരൊരു ഉന്മാദ നൃത്തം നടത്തും. അതുണ്ടാവാതിരിക്കാനുള്ള
ഈ സാഹചര്യത്തെ മുതലെടുത്തുകൊണ്ട് ആളുകളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനുള്ള ഒരവസ്ഥ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശിക്കുകയാണ്. അല്ലെങ്കിൽ യുദ്ധാനന്തര ഇടപെടലെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാറ്റിനും വില കൂട്ടി കുറച്ചു കാലം കൂടി പിഴിയാൻ വേണ്ടി അന്താരാഷ്ട്ര മാർക്കറ്റ് ശ്രമിച്ചുകൊണ്ടിരുന്നാൽ എല്ലാം താറുമാറാകും. അതിനൊക്കെ ഏതെങ്കിലും നാഥൻ ഉണ്ടായി വരുമെന്ന പ്രതീക്ഷയിലാണ് ഇന്നത്തെ നൈറ്റ് അപ്ഡേറ്റ്സ് അവസാനിപ്പിക്കുന്നത്. അതിനു മുമ്പ് ഹൃദയഭേദകമായൊരു കാര്യം സൂചിപ്പിക്കട്ടെ. ദുബായിൽ കഴിഞ്ഞ ദിവസം ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കവേ ഒരു ഇന്ത്യൻ പ്രവാസി ചെറുപ്പക്കാരൻ 38 വയസ്സുള്ള സഫ്വാൻ ഷാനു എന്ന ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ, 3 ആൺകുട്ടികൾ, ഒരു പെൺകുഞ്ഞ്. ഈ കുടുംബത്തിൻ്റെ നാഥനായിരുന്ന സഫ്വാൻ പിച്ചിൽ പെട്ടെന്ന് കൊളാപ്സായി വീണ് മരണമടഞ്ഞത്. ഞായറാഴ്ച രാവിലെ ഒരു ട്രെയിനിങ്ങിന് വേണ്ടി പോയതായിരുന്നു ക്രിക്കറ്റ് പിച്ചിൽ. അവിടെ വെച്ച് മരിച്ചത്. അതൊക്കെ ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്ന ഈ സഫ്വാൻ ഷാനുവിനെ അറിയാവുന്ന, അദ്ദേഹം പ്രശസ്തനായിട്ടുള്ളൊരു കളിക്കാരനാണ്. UAE 10-15 വർഷമായിട്ട് കളിക്കുന്നയാളാണ്. അദ്ദേഹത്തിന് അറിയാവുന്ന എല്ലാവർക്കും വളരെ വലിയ വേദനയായി മാറിയിരിക്കുകയാണ്. ആ കുടുംബത്തോട് ഞങ്ങളും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. Night Updates supported by ELL Properties, Kalyan Jewelers, Gentle Park, Best Quality Linen and Cotton, Lulu Supermarket, Hypermarket and Department Store, Fira Foods, Al Nasood Cargo, Gold Star Rent-A-Car, Dr. Asina's Ayurvedic Clinic, Ain Gold and Diamonds, Choco World, Partha Signature Abu Shagara Sharjah, ABC Cargo and Courier, Hashim Hypermarket.